ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു അറിയണേ, ബദരിയായ സ്വഹാബിയാണ്. ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു ബദറിൽ സംബന്ധിച്ച സ്വഹാബിയാണ്. ബദരീങ്ങളുടെ മഹത്വം എത്രയാണെന്ന് പറയണോ? മാ ദുന്നുക യാ ഹാരിസ് ഇന്നഹാ ജിനാനുൻ വ ഇന്ന ഹാരിസ് അസ്വാബൽ ഫിർദൗസൽ അഅലാ. സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് അല്ലാഹു കൊണ്ടുപോയ മഹാന്മാരാണ് ബദരീങ്ങളെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബദരീങ്ങളോട് പറയാണ്, ലഅല്ലല്ലാഹ തആല അലാ അഹ്ലി ബദരിൻ ഫഖാൽ യഅമലൂ മാ ശിഅ്തും ഫഇന്നി ഗഫർതു ലക്കും. നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം എന്ന് അള്ളാഹു ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടത് ചെയ്യാത്ത അള്ളാഹും റസൂലും പറഞ്ഞതുപോലെ ചെയ്യുന്ന ബദരീങ്ങളോട് മാത്രമാണ് അള്ളാഹു ഇത് പറഞ്ഞത്. അള്ളാഹു അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു ബദരിയും തിന്മയിലേക്ക് പോയിട്ടില്ല, ഒരു ബദരിയും അള്ളാഹുവിൻ്റെ വഴി വിട്ട് വേറെ വഴിയിലേക്ക് സഞ്ചരിച്ചിട്ടുമില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ വാക്കങ്ങനെയാണ്, യഅമലൂ മാ ശിഅ്തും, വേണ്ടത് നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എനിക്ക് വേണ്ടി എൻ്റെ ഹബീബിൻ്റെ കൂടെ ബദറിൽ ഇറങ്ങിയവരല്ലയോ, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു. ഗുരുതരമായൊരു തെറ്റ് ചെയ്തു, ഗുരുതരമായൊരു തെറ്റ്. ആ തെറ്റ് നിസ്സാരമല്ല. ഒരു ആർമിയിലാണെങ്കിൽ തൂക്കിലേറ്റപ്പെടും. ഇന്നത്തെ രാജ്യത്ത്, നമ്മുടെ ഈ ലോകത്താണ് ഇത് നടക്കുന്നതെങ്കിൽ നിർദാക്ഷിണ്യം വെടിവെച്ചു കൊല്ലും നിയമപാലകര് അല്ലെങ്കിൽ പട്ടാളക്കാർ. ഒരു സൈന്യത്തിന്റെ രഹസ്യം ചോർത്തി കൊടുക്കുക അത് നിസ്സാര വിഷയമല്ല. ഒരു സൈന്യത്തിന്റെ വിഷയം ലീക്ക് ചെയ്യുന്നത് നിസ്സാരമല്ല. അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ്. ഇന്നും അങ്ങനെയാണ്, അന്നും അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിജയം നടക്കുമ്പോൾ ഹിജ്റ 8-ാം വർഷം മദീനയിൽ നിന്ന് മക്കയിലേക്ക് മാർച്ച് ചെയ്യുന്നു. 10,000 സ്വഹാബത്തിന്റെ കൂടെ 10,000 സ്വഹാബിമാർ. ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖാ. സത്യം പുലർന്നിരിക്കുന്നു, അസത്യം നാമാവശേഷമായിരിക്കുന്നു. അസത്യം ഒരിക്കലും വിജയിക്കില്ല എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് 10,000 സ്വഹാബിമാർ വാനിൽ ശബ്ദം മുഴക്കിയാണ് മദീനയിൽ നിന്ന് പുറപ്പെടുന്നത് മക്കയിലേക്ക്. അപ്പോഴേക്കും മക്കയിലേക്ക് ഒരു കത്ത് പോകുന്നു. ഇതാ മുഹമ്മദ് നബി തങ്ങളും സ്വഹാബിമാരും മക്കയെ പിടിച്ചടക്കാൻ വരുന്നുണ്ട്. ആ കത്തിന്റെ വിവരം മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ഹബീബിനോട് പറഞ്ഞു കൊടുത്തു. നബി തങ്ങൾ വിളിച്ചു ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ. അലി തങ്ങൾ വിളിച്ചിട്ട് പറയുന്നു, അലിയാരെ നിങ്ങൾ പോകണം. മക്കയുടെയും മദീനയുടെയും ഇടയിൽ സാറ എന്ന് പറയുന്ന ഒരു പെണ്ണ് ഇന്നാലിന്ന മലയുടെ താഴ്വരയിൽ തൻ്റെ ഒട്ടകപ്പുറത്ത് മക്കയിലേക്ക് പോകുന്നുണ്ട്. അവൾ മദീന വന്നു പോയതാണ്. മദീനയിൽ ചില ആളുകളെ കാണാൻ വന്ന പെണ്ണാണവൾ. അവൾ ഒരുപാട് ആളുകൾക്ക് വീട്ടുവേല ചെയ്തിരുന്ന ഖാദിമത്താണ് മക്കയിൽ. ആ പെണ്ണ് മദീനയിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ അവരുടെ കയ്യിൽ ഒരാളൊരു കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്ത് നിങ്ങൾ പിടിച്ചു വാങ്ങണം. ചരിത്രമറിയുമല്ലോ. അലി റളിയല്ലാഹു അൻഹു ചെന്ന് ചോദിച്ചു, എവിടെയാണ് പെണ്ണേ നിന്റെ കയ്യിലുള്ള കത്ത്? തങ്ങൾ പറഞ്ഞ അതേ സ്ഥലത്ത് ആ പെണ്ണുണ്ടായിരുന്നു. ഒട്ടകപ്പുറത്ത് പോവുകയാണ്. ഒരുപാട് സാധനങ്ങൾ കൂടെയുണ്ട്. ആളുകൾ കൊടുത്ത സമ്മാനങ്ങൾ മുഹാജിരീങ്ങൾ കൊടുത്തതാണ്. സാറാ നിന്റെ കയ്യിലുള്ള കത്തെവിടെ? അവൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ കത്തില്ല, എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. സാറാ നിന്റെ കയ്യിൽ കത്തുണ്ട് എന്ന് ആകാശലോകത്ത് നിന്ന് വഹി വരുന്ന പുണ്യ റസൂലാണ് ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് കത്തെടുത്തുതാ. അവൾ പറഞ്ഞു, എൻ്റെ കയ്യിലില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ തമാശയല്ല നിന്നോട് പറയുന്നത്. ആ കത്ത് ലഭിക്കാൻ വേണമെങ്കിൽ നിന്റെ വസ്ത്രം ഓരോന്നോരോന്ന് അഴിക്കേണ്ടി വന്നാൽ പോലും ഞങ്ങളത് എടുത്തിരിക്കും നിന്നിൽ നിന്ന്. ഇത് പറഞ്ഞപ്പോൾ അവൾ പേടിച്ചു. അപ്പോഴാണ് തൻ്റെ മുടിക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ചുരുട്ടി വെച്ചിരുന്ന കത്ത് പുറത്തെടുത്തത്. അലി റളിയല്ലാഹു അൻഹു തുറന്നില്ല. കാരണം അതൊരു അമാനത്താണ്. പുണ്യ നബിയാണ് പറഞ്ഞു കൊടുത്തത്, ഇങ്ങനൊരു കത്തുണ്ട്, അത് കൊണ്ടുവരണം. മഹാനായ അഷ്റഫുൽ ഖൽഖാനി പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു. ഫദ്ൽ തങ്ങളോടുകൂടെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മജ്ലിസിൽ വന്ന് ആ കത്ത് തുറക്കുകയാണ്. സ്വഹാബിമാര് ഞെട്ടിപ്പോയ നേരം ഉമർ റളിയല്ലാഹു അൻഹു വാളെടുത്ത് ചോദിച്ചു, നബിയേ അഫലാ അദ്രിബു ഉനുഖ ഹാദൽ മുനാഫിഖ്, ഈ മുനാഫിഖായ മനുഷ്യന്റെ തല ഞാൻ എടുക്കട്ടെയോ എന്ന്
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. കാരണം നോക്കുമ്പോൾ ആ കത്ത് പോകുന്നത് മിൻ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ ഇലാ ഉലമാഇ ഖുറൈശ്, മക്കയിലെ ഖുറൈശികളായ നേതാക്കന്മാരോട് ഹാത്തിബ് എന്ന സ്വഹാബി ബോധിപ്പിക്കുന്ന കത്താണിത്. മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വരുന്നുണ്ട്, സ്വഹാബിമാർ, അവിടെ ഒരു യുദ്ധം നടന്നാൽ എൻ്റെ മക്കളെ, എൻ്റെ ഭാര്യയും എൻ്റെ ഉമ്മയും ഉപ്പയും അവിടെയുണ്ട്, അവരെ നിങ്ങളൊന്നും തുടരുതേ എന്ന് അവരോട് അപേക്ഷിക്കുന്ന കത്താണിത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഇതൊരു വലിയ വീഴ്ചയാണ്, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. ഇങ്ങനൊരു വിശ്വാസ വഞ്ചന ചെയ്തതിന് നബി തങ്ങളെ തലയെടുക്കുകയല്ലാതെ എന്താണ് വഴി? മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന സൈന്യത്തിൻ്റെ വിവരം ആരെയും അറിയിക്കാതെ രഹസ്യമായി പോകുന്ന ഹബീബിൻ്റെ യാത്ര, അത് ശത്രുക്കൾക്ക് ഒറ്റുകൊടുത്ത പണിയാണിത്. അതുകൊണ്ട് നബിയെ, അത് നിസ്സാരമല്ല, ഹാത്തിബിനെ കൊല്ലണം, വധിക്കണം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഉറഞ്ഞു തുള്ളുകയാണ്. ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ ഒരു ചോദ്യം, ഹാത്തിബേ, മാ ഹമലക അലാ മാ ഫഅൽത്, നിങ്ങളിത് ചെയ്യാൻ കാരണം എന്താണ്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ലം അക്ഫുർ മുൻദു അസ്ലംത്, മുസ്ലിമായതിനു ശേഷം ഞാൻ കുഫറിലേക്ക് പോയിട്ടില്ല നബിയെ, ഞാൻ മുസ്ലിം തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് നിങ്ങളിത് ചെയ്തു? നബിയേ, മുഹാജിറുകളായ ഒരുപാട് ആളുകൾക്ക് മക്കയിൽ ബന്ധുക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്, അവരൊക്കെ വലിയ തറവാട്ടുകാരാണ്. മക്കയിലെങ്ങാനും ഒരു യുദ്ധമുണ്ടായാൽ എൻ്റെ ഭാര്യയും മക്കളും ഉമ്മയും വാപ്പയും അവിടെയുണ്ട്, അവർക്ക് സംരക്ഷണം കൊടുക്കാൻ പോന്ന തറവാടിൻ്റെ മഹിമയൊന്നും എനിക്കില്ല നബിയേ. അതുകൊണ്ട് എൻ്റെ കുടുംബത്തിന് സുരക്ഷ കിട്ടാൻ വേണ്ടി എനിക്ക് ആ നേരം പിശാച് തോന്നിപ്പിച്ചതാണ്, പറ്റിപ്പോയി നബിയേ, എനിക്ക് തെറ്റുപറ്റിയതാണെന്ന് മഹാനായ ഹാത്തിബ് റളിയല്ലാഹു അൻഹു പറയുമ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, പറ്റില്ല, ഈ വീഴ്ചയ്ക്ക് പിന്നെ തലയെടുക്കുകയല്ലാതെ പരിഹാരമില്ല. അന്നേരമാണ് റസൂലുള്ളാഹി തങ്ങൾ വലിയൊരു വാക്ക് ലോകത്തോട് പറഞ്ഞത്, ഉമറേ, ഇതാരാണെന്നറിയുമോ? ഈ തെറ്റ് ചെയ്ത മനുഷ്യൻ ആരാണെന്നറിയുമോ? ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു ബദരിയല്ലേ. ലഅല്ലല്ലാഹ തആല അലാ അഹ്ലി ബദരിൻ ഫഖാൽ യഅമലൂ മാ ശിഅ്തും ഫഇന്നി ഗഫർതു ലക്കും. ബദരീങ്ങളോട് അല്ലാഹു പറഞ്ഞത്, ഉമറേ, നിങ്ങൾക്കറിയുമോ? യഅമലൂ മാ ശിഅ്തും ഫഇന്നി ഗഫർതു ലക്കും, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾക്ക് ഞാൻ നിരുപാധികം മാപ്പ് തന്നിരിക്കുന്നുവെന്ന് അല്ലാഹു മഗ്ഫിറത്ത് ദുനിയാവിൽ വെച്ച് തന്നെ സമ്മാനിച്ച മഹാന്മാരല്ലേ. അവരിൽ നിന്ന് സംഭവിച്ച ഒരു തെറ്റിന് എന്തുകൊണ്ട് ഉമറേ നമുക്ക് മാപ്പ് ചെയ്തു കൊടുത്തുകൂടാ? ഇതാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ചോദിക്കുന്ന ചോദ്യം. സ്വഹാബിമാർ മുഴുവനും ഹബീബായ നബി തങ്ങൾ അങ്ങനെ മാപ്പ് കൊടുക്കുന്നതിനെതിരായിരുന്നു. പക്ഷേ അല്ലാഹുവിൻ്റെ ഹബീബ് ഇടപെട്ടു. ഇദാ ബലഗൽ മാഉ ഖുല്ലതൈനി ലം യഹ്മിലിൽ ഹദത് എന്ന് മഹാന്മാരായ ഫുഖഹാ പറയുന്ന പോലെ മഹാനായ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഹാസിനാണ് നബി തങ്ങൾ എടുത്തു പറയുന്നത്. ഇതൊരു മുഅ്മിനായ മനുഷ്യന് ഹിദായത്ത് നഷ്ടപ്പെടാതിരിക്കാനുള്ള സുരക്ഷയാണ്. ഇതൊരു മുഅ്മിനായ മനുഷ്യനോട് ഉമ്മത്ത് കാണിച്ച റഹ്മത്താണ്. അല്ലായിരുന്നുവെങ്കിൽ ശത്രുപക്ഷത്തേക്കെങ്ങാനും കണ്ടം ചാടുകയായിരുന്നുവെങ്കിൽ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അവസ്ഥ എന്തായി പോകുമായിരുന്നു? അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ഇടപെടലാണിത്. അദ്ദീനു അന്നസീഹാ. മുസ്ലിമായ ഓരോ മനുഷ്യരും ചിന്തിക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ വീഴ്ചയിൽ സന്തോഷിക്കുകയല്ല, ഒരു മനുഷ്യന് സംഭവിച്ച വീഴ്ചയിൽ നിന്ന് അയാൾ കരകയറി വരണമെന്ന് ആഗ്രഹിക്കലാണ്.